ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ മാത്സ് ക്ലാസ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫോർമുലേഷൻ ഓഫ് LPP പ്രോബ്ലംസ് ആണ്. അതിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ ഈ LPP കണ്ടൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. BVOC, BBA, BCom, MBA സ്റ്റുഡൻസ് കേട്ടോ. സോ അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. The question is, a ship has 3 cargo holds and the capacity limits of each cargo holds are: the first cargo hold have 2000 tons and 1 lakh cubic meters are the capacity limits, and for the second cargo hold 3000 tons and 1 lakh 35,000 cubic meters, and the third cargo holds have 1500 tons and 30,000 cubic meters. Also we have given a table. The first column for the commodities ABC, that is the ship, that is the company ship 3 commodities ABC, and the second column for amount in tons for each commodities, and the third column for volume per ton in cubic meters, and the fourth column for the profit per ton in rupees, that is 60, 80 and 50 are the profit per ton in rupees. ഓക്കെ, സെക്കൻഡ് കോളത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വോളിയം പെർ ടണ്ണാണ്. ഓക്കെ, ഒരു ടണ്ണിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന വോളിയമാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഹൗ ഷുഡ് ദ കാർഗോ ബി ഡിസ്ട്രിബ്യൂട്ടഡ് സോ ആസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്? ഫോർമുല ദിസ് ആസ് എ LP പ്രോബ്ലം. സോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രോഫിറ്റാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മുടെ കമ്മോഡിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഓരോ കാർഗോയിലോട്ട്, അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ, ഒരു ഷിപ്പിന് 3 കാർഗോ ഹോൾസ് ഉണ്ട്. ആ 3 കാർഗോ ഹോൾസിൻ്റെയും കപ്പാസിറ്റി ലിമിറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ തന്നിരിക്കുന്ന കോളത്തിൽ സെക്കൻഡ് കോളം പറയുന്നത് ഓരോ കമ്മോഡിറ്റി ABCയുടെ എമൗണ്ട് ഇൻ ടൺസ് ആണ്. ഇനി തേർഡ് കോളത്തിൽ പറയുന്നത് ഈ കമ്മോഡിറ്റീസിൻ്റെ ഒരു ടൺ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന വോളിയമാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കമ്മോഡിറ്റീസിൻ്റെ ഓരോ ടണ്ണിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് മാക്സിമൈസ് ചെയ്യണം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. സോ ഇതൊരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതിൻ്റെ മാക്സിമൈസിങ് ദ പ്രോഫിറ്റാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നീട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്ത് കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുക. ലാസ്റ്റ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഫോം ചെയ്തിട്ട് ഇതിൻ്റെ LPP ഫോർമുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ, നമുക്ക് ആൻസറിലോട്ട് പോകാം കേട്ടോ. ഡിസിഷൻ വേരിയബിൾസ്, ഇതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് നമുക്ക് ഈ 3 കമ്മോഡിറ്റിയുടെയും എത്ര യൂണിറ്റ്സ് വെച്ചിട്ട് ഷിപ്പ് ചെയ്യുന്നുണ്ട് ഷിപ്പിംഗ് കമ്പനി, അതാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് എടുക്കേണ്ടത്. 3 കമ്മോഡിറ്റിയാണ് ഇവിടെ ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എത്ര യൂണിറ്റ്സ് വെച്ചിട്ട് ഷിപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ലെറ്റ് ദ ഷിപ്പിംഗ് കമ്പനി ഷിപ്സ് A യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി A, B യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി B ആൻഡ് C യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി C. ഇങ്ങനെയാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് നമ്മൾ ചൂസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? ഇവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ടാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറയുന്നത്. ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ ലാസ്റ്റ്. ആ ടേബിൾ പറഞ്ഞിട്ടുണ്ട് ദ ഫോളോയിങ് കാർഗോസ് ആർ ഓഫേർഡ്, ദ ഷിപ്പ് ഓണേഴ്സ് മേ അക്സെപ്റ്റ് ഓൾ ഓർ എനി പാർട്ട് ഓഫ് ഈച്ച് കമ്മോഡിറ്റി. അതിൽ തന്നിരിക്കുന്ന ലാസ്റ്റ് കോളം, ഫോർത്ത് കോളം എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർ ടൺ ഇൻ റുപ്പീസ്. ഓക്കെ, അതായത് 3 കമ്മോഡിറ്റി അവർ ഷിപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ കമ്മോഡിറ്റിയുടെയും ഒരു ടണ്ണിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം നമ്മൾ കണ്ടു കമ്മോഡിറ്റി എയുടെ A യൂണിറ്റ്സ് അവർ ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ കമ്മോഡിറ്റി എയുടെ A യൂണിറ്റ്സ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിൽ നിന്നും അവർക്ക് 60 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കമ്മോഡിറ്റി ബിയുടെ B യൂണിറ്റ്സ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ടണ്ണിൽ നിന്നും 80 റുപ്പീസ് പ്രോഫിറ്റ് വരുന്നു. സിമിലർലി കമ്മോഡിറ്റി സിയുടെ C യൂണിറ്റ്സ് ഷിപ്പ് ചെയ്യുന്നു. അതിൽ ഒരു ടണ്ണിൽ നിന്നും 50 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുന്നു. സോ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മാക്സിമൈസ് Z ഈക്വൽ ടു 60A + 80B + 50C. ഓക്കെ, ഇനി ഇതിൻ്റെ കൺസ്ട്രെയിൻസ് കാണും. ഇവിടെ 2 കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്ന വെയിറ്റ് കൺസ്ട്രെയിൻസ്. വെയിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഷിപ്പിന് 3 കാർഗോ ഹോൾസ് ഉണ്ട്. ഓക്കെ, ആ 3ലും വരുന്ന കപ്പാസിറ്റി ലിമിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 3 കാർഗോ ഹോൾസിലും ഇത്ര ടൺ വെച്ചിട്ട്, അതായത് ഇത്ര വെയിറ്റ് വെച്ചിട്ട് അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ വോളിയമാണ്, അതായത് അതിൻ്റെ കപ്പാസിറ്റിയാണ്. ആദ്യം അതിൻ്റെ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇത്ര വെയിറ്റ് വരെയും ഓരോ
ഹോൾഡിലും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഓരോ കാർഗോ ഹോൾഡിൻ്റെയും കപ്പാസിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, വോളിയമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ അപ്പോൾ ആദ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാർഗോ ഹോൾഡിൽ 2000 ടൺസ് വരെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. സെക്കൻഡ് കാർഗോ ഹോൾഡിൽ 3000 ടൺ വരെ ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തേർഡ് കാർഗോ ഹോൾഡിൽ 1500 ടൺസ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് കൺസ്ട്രെയിൻറ്റ് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും കണ്ടോ. മാക്സിമാലിറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഷിപ്പിലെ 3 കാർഗോ ഹോൾഡിലും കൂടി നമുക്ക് 6500 ടൺസ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, കൺസ്ട്രെയിൻസ് എങ്ങനെയാണ്? 6000 A പ്ലസ് 4000 B പ്ലസ് 2000 C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6500. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്. അതിനെ ഞാൻ വെയ്റ്റ് കൺസ്ട്രെയിൻസ് നെയിം ചെയ്തു. സെക്കൻഡ് കൺസ്ട്രെയിൻസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് കൊടുക്കാം. ഈ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് വരുന്നത്? അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞ ഈ 3 കാർഗോ ഹോൾഡിൻ്റെയും കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കാർഗോ ഹോൾഡിൽ നമുക്ക് ഫസ്റ്റ് കാർഗോ ഹോൾഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് അത്രയാണ്. സെക്കൻഡ് കാർഗോ ഹോൾഡിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 1,35,000 ആണ്. തേർഡ് കാർഗോ ഹോൾഡിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 30,000 ആണ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഷിപ്പിൻ്റെ മാക്സിമം അവൈലബിൾ സ്പേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സം ആയിരിക്കുമല്ലോ. അതായത് 2,65,000 ആയിരിക്കും ഈ ഷിപ്പിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ദ വോളിയം പെർ ടൺ ഇൻ ക്യൂബിക് മീറ്റേഴ്സ്. 3 കമ്മോഡിറ്റി കൊടുത്തിട്ടുണ്ട്. ആ 3 കമ്മോഡിറ്റിയുടെയും ഒരു ടണ്ണിൻ്റെ, അതായത് ഒരു ടൺ ഒക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള വോളിയമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 3 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ടണേജ് ഓഫ് കമ്മോഡിറ്റി എ ഈസ് 6000 അല്ലേ. ദ ടണേജ് ഓഫ് കമ്മോഡിറ്റി എ ഈസ് 6000 ആൻഡ് ഈച്ച് ടൺ ഒക്യുപ്പൈ 60 ക്യൂബിക് മീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ അവിടെ അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റി എങ്ങനെ കാണാം നമുക്ക്? ദാറ്റ് ഈസ് 6000/60. അതായത് ഇവിടെ 100 ക്യൂബിക് മീറ്റേഴ്സ് ആയിരിക്കും ഈ ഫസ്റ്റ് കമ്മോഡിറ്റിക്ക് ആവശ്യമായിട്ട് വരുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് എഴുതാം ദ ടണേജ് ഓഫ് കമ്മോഡിറ്റി ഈസ് 6000 ആൻഡ് the tonnage of commodity A is 6000 and each ton occupies 60 cubic meters. Okay, hence there are 6000/60 equal to 100 cubic meters capacity is available. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സിമിലർലി the tonnage of commodity B is 4000 അല്ലേ. കമ്മോഡിറ്റി ബിയുടെ ടണേജ് എന്ന് പറയുന്നത് 4000 ആണ്. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ടണ്ണിനും ഒക്യുപ്പൈ ചെയ്യാനായിട്ട് 50 ക്യൂബിക് മീറ്റേഴ്സ് സ്പേസ് ആവശ്യമുണ്ട്. ആൻഡ് ഈച്ച് ടൺ ഒക്യുപ്പൈസ് 50 ക്യൂബിക് മീറ്റേഴ്സ്. ഹെൻസ് ദർ ആർ 4000/50 ഈക്വൽ ടു 80 ക്യൂബിക് മീറ്റേഴ്സ് കപ്പാസിറ്റി ഈസ് അവൈലബിൾ. അതുപോലെ മൂന്നാമത്തെ കമ്മോഡിറ്റി പറഞ്ഞിരിക്കുന്നത് ദ ടണേജ് ഓഫ് കമ്മോഡിറ്റി സി ഈസ് 2000 ആൻഡ് ഈച്ച് ടൺ ഒക്യുപ്പൈസ് 25 ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, ഓരോ ടണ്ണിനും ഒക്യുപ്പൈ ചെയ്യാനായിട്ട് 25 ക്യൂബിക് മീറ്റേഴ്സ്, ഓരോ ടണ്ണും ഒക്യുപ്പൈ ചെയ്യുന്നത് 25 ക്യൂബിക് മീറ്റേഴ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഹെൻസ് ദർ ആർ 2000/25 ഈക്വൽ ടു 80 ക്യൂബിക് മീറ്റേഴ്സ് കപ്പാസിറ്റി ഈസ് അവൈലബിൾ. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടു. ഇനിയിപ്പോൾ ഓരോന്നിൻ്റെയും കപ്പാസിറ്റി കണ്ടു. അപ്പോൾ ഈ കമ്മോഡിറ്റി എക്ക് ഇപ്പോൾ കമ്മോഡിറ്റി എയുടെ അവൈലബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ആണ്. കമ്മോഡിറ്റി ബിയുടെ അവൈലബിൾ കപ്പാസിറ്റി 80 ആണെന്ന് കിട്ടി. കമ്മോഡിറ്റി സിക്ക് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റി സിയുടെ അവൈലബിൾ കപ്പാസിറ്റി 80 ആണ്. ഇനി ഇപ്പോൾ കമ്മോഡിറ്റി എയുടെ A യൂണിറ്റ്സ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ആയിട്ട് 100 × A പ്ലസ് കമ്മോഡിറ്റി ബിയുടെ B യൂണിറ്റ്സ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്മോഡിറ്റി ബിയുടെ B യൂണിറ്റ്സ് ഷിപ്പ് ചെയ്യുന്നുണ്ട്.
ഒരു അതിൻ്റെ കപ്പാസിറ്റി അവൈലബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 ആണ്. സോ അപ്പോൾ അത് 80 × B എന്ന് വന്നു. അതുപോലെ കമ്മോഡിറ്റി സിയുടെ C യൂണിറ്റ്സ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 ആണ്. ദാറ്റ് ഈസ് 80C ലെസ് ദാൻ ഓർ ഈക്വൽ ടു less than or equal to 2,65,000. ഓക്കെ, ഇനി ലാസ്റ്റ് എടുക്കേണ്ട അവിടുത്തെ ഡിസിഷൻ വേരിയബിൾസിൻ്റെ നോൺ നെഗറ്റിവിറ്റി കൊടുക്കുക. ദാറ്റ് ഈസ് ABC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി A ഷിപ്പ് ചെയ്യുന്നതാണ് അല്ലേ. ഒരു ഷിപ്പിംഗ് കമ്പനി ഷിപ്പ് ചെയ്യുന്ന ഈ 3 കമ്മോഡിറ്റിയുടെയും എത്ര യൂണിറ്റ് വെച്ചിട്ട് ഷിപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ABC ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ABC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ലാസ്റ്റ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതുക. മാക്സിമൈസ് Z equal to 60A plus 80B plus 50C subject to the constraints 6000A plus 4000B plus 2000C less than or equal to 6500. സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് വരുന്നത് 100A plus 80B plus 80C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2,65,000. മൂന്നാമത് വരുന്നത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണ് ABC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. Okay, the next question is, a retail store stocks 2 types of shirts, shirt A and B. These are packed in attractive cardboard boxes. During a week, the store can sell a maximum of 400 shirts of type A and a maximum of 300 shirts of type B. The storage capacity, however, is limited to a maximum of 600 of both types combined. Type A shirt fetches a profit of rupees 2 per unit and type B a profit of rupees 5 per unit. How many of each type the store should stock per week to maximize the total profit? Formulate a mathematical model of the problem. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റീറ്റെയിൽ സ്റ്റോറ് 2 ടൈപ്പ് ഷർട്ട്സ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, ഷർട്ട് എയും ഷർട്ട് ബിയും. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച അവർക്ക് മാക്സിമം 400 ഷർട്ട്സ് ഓഫ് ടൈപ്പ് എ വരെ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരാഴ്ച ഷർട്ട് എ 400 പീസ് വരെ സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഷർട്ട് ബി 300 പീസ് വരെ മാക്സിമം സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ആ ഷോപ്പിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ 2 ടൈപ്പ് ഷർട്ടിൻ്റെയും കൂടി ടോട്ടൽ 600 പീസസ് വരെ നമുക്ക് ആ ഷോപ്പിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി ടൈപ്പ് ഷർട്ടിൻ്റെ ഒരു പീസിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് 2 റുപ്പീസും ടൈപ്പ് ബി ഷർട്ടിൻ്റെ ഒരു പീസിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് 5 റുപ്പീസുമാണ്. പീസ് എന്ന് പറഞ്ഞാൽ ഓരോ ഷർട്ടാണ് കേട്ടോ, അതിൻ്റെ കൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഓഫ് ഈച്ച് ടൈപ്പ് ദ സ്റ്റോർ ഷുഡ് സ്റ്റോക്ക് പെർ വീക്ക് ടു മാക്സിമൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഷോപ്പിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് എത്ര നമ്പർ ഓഫ് ഷർട്ട്സ് ആ സ്റ്റോറ് സ്റ്റോക്ക് ചെയ്യണം, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര നമ്പർ ഓഫ് ടൈപ്പ് ഷർട്ട്സ്, ടൈപ്പ് ബി ഷർട്ട്സ് ആ സ്റ്റോറ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരാഴ്ചത്തെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഫോർമുലേഷനിലോട്ട് മൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക്. ഓക്കെ, സോ അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് എത്ര നമ്പർ ഓഫ് ഷർട്ട്സ് അവർ ഹോൾഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ഷർട്ടിൻ്റെ എത്ര എണ്ണം ചൂസ് ചെയ്യണം, ടൈപ്പ് ബി ഷർട്ടിൻ്റെ എത്ര എണ്ണം ചൂസ് ചെയ്യണം, ഓക്കെ, അതായിരിക്കും നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? മാക്സിമൈസേഷൻ പ്രോബ്ലം ആണല്ലോ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് സംതിങ് എന്നാണ്. ഇനി അതിൻ്റെ ഫോർമുലേഷനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ഷർട്ടാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ടൈപ്പ് എയും ടൈപ്പ് ബിയും. ടൈപ്പ് എയും ടൈപ്പ് ബിയും ഷർട്ടാണ് ആ ഷോപ്പ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഒരാഴ്ചത്തേക്ക്, അതായത് ഓരോ ആഴ്ചയും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഓരോ ടൈപ്പിൻ്റെയും എത്ര പീസസ് വെച്ചിട്ട് ആ ഷോപ്പ് സ്റ്റോർ ചെയ്യണം, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തന്നെ ഡിസിഷൻ വേരിയബിൾസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അപ്പോൾ എത്ര ടൈപ്പ് എ ഷർട്ട് എത്ര പീസ് അവർ സ്റ്റോർ ചെയ്യണം, അതുപോലെ ടൈപ്പ് ബി ഷർട്ട് എത്ര പീസ് സ്റ്റോർ ചെയ്യണം, ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ അപ്പോൾ അവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് നമുക്ക് അത് രണ്ടും കൊടുക്കാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഷർട്ട് എ സ്റ്റോക്സ്, അതുപോലെ ഷർട്ട് ബിയുടെ Y യൂണിറ്റ്സ് അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഷർട്ട് ബിയുടെ Y യൂണിറ്റ്സ് അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ വരും? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറഞ്ഞു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആണ്. ഇവരവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഷർട്ട് എയുടെ ഒരു പീസിൽ നിന്നും 2 റുപ്പീസും ഷർട്ട് ബിയുടെ ഒരു പീസിൽ നിന്നും 5 റുപ്പീസും അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷർട്ട് എയുടെ എക്സ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഷർട്ട് ബിയുടെ വൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷർട്ട് എയുടെ എക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു പീസ് ഷർട്ട് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 റുപ്പീസാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് ഇനി ഷർട്ട് ബിയുടെ വൈ യൂണിറ്റ്സ് അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് വെക്കുന്നുണ്ട്. ഷർട്ട് ബിയുടെ വൈ യൂണിറ്റ്സ് ആ ഷോപ്പുകാർ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇൻറ്റു ഒരു പീസ് ഷർട്ട് ബി സെയിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 5 റുപ്പീസാണ്. സോ അപ്പോൾ അത് 5 ഇൻറ്റു വൈ. That is the objective function is maximize z equal to 2x plus 5y. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി നമുക്കിതിൻ്റെ കൺസ്ട്രെയിൻസ് ഫൈൻഡ് ചെയ്യണം. ഇവിടെ നമുക്ക് 2 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. സെയിൽസ് കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്, സ്റ്റോറേജ് കപ്പാസിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച ടൈപ്പ് എ ഷർട്ട് 400 പീസ് വരെ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈപ്പ് എ ഷർട്ട് ഒരാഴ്ച മാക്സിമം 400 പീസ് വരെ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതുപോലെ ഷർട്ട് ബി ടൈപ്പ് ഒരാഴ്ച മാക്സിമം 300 പീസ് വരെ സെല്ല് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത 2 കൺസ്ട്രെയിൻസ് ആയിട്ട് വരുന്നത്. ഷർട്ട് പ്ലസ് 0y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400. ഇവിടെ നമ്മൾ ഷർട്ട് ബിയുടെ സെയില് നടത്തുന്നില്ല. അടുത്ത് എങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഷർട്ട് ബിയുടെ 300 പീസ് വരെ മാക്സിമം ഒരാഴ്ച അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 300. ഷർട്ട് ബിയുടെ വൈ യൂണിറ്റ്സ് ആണ് അവർ ഒരാഴ്ച ആ ഷോപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ദാറ്റ് ഈസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 300. ഇവിടെ ഇങ്ങനെ 0y 0x എഴുതണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു കൺസ്ട്രെയിൻറ്റ് എഴുതി പോവാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 300. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന അവിടുത്തെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഹവർ ഈസ് ലിമിറ്റഡ് ടു എ മാക്സിമം ഓഫ് 600 ഓഫ് ബോത്ത് ടൈപ്സ് കമ്പൈൻഡ്. അതായത് 2 ടൈപ്പ് ഷർട്ടും കൂടി മാക്സിമം അവർക്ക് 600 പീസ് വരെ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ഷർട്ടും കൂടി മാക്സിമം 600 പീസ് വരെ അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഷർട്ട് എ പ്ലസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഷർട്ട് ബി. ഈ 2 ടൈപ്പും കൂടി മാക്സിമം 600 വരെ ആക്കാം. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് വരുന്നത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600. ഇതാണ് മൂന്നാമത്തെ കൺസ്ട്രെയിൻറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്കറിയാം ഇത് നമ്പർ ഓഫ് യൂണിറ്റ്സ് എണ്ണമാണ് എടുത്തിരിക്കുന്നത്, കൗണ്ട് എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ അപ്പോൾ ലാസ്റ്റ് വരുന്നത് എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിനെ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റിയിരിക്കുകയാണ്. മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു 2x പ്ലസ് 5y സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400, y less than or equal to 300, x plus y less than or equal to 600, and finally x greater than or equal to 0 and y greater than or equal to 0. ആൻസർ ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് 2 പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.